ഗൈസ്, അപ്പോ ബ്ലൂ വെയിൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങളാണ് ആ പുതിയ ടീം അല്ലേ? അതെ അതെ അതെ. പ്രമുഖ യൂട്യൂബ് ചാനലുകളെ പോലെ അവരുടെ പാത പിന്തുടരാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് രണ്ടു വാക്ക് നമുക്കറിയാം. അതേപോലെ അല്ല, അതന്നെ എല്ലാം ഇപ്പൊ ഇൻസ്പിറേഷൻ ആണല്ലോ. ഇൻസ്പിറേഷൻ ആയിട്ട് അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? അതൊന്ന് വിശദീകരിക്കാമോ? ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ അതല്ല, കോണ്ടന്റ് റൈറ്റർ പുള്ളിയാണ്. അതിന്റെ തമാശ പുള്ളി ഇപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, തമാശയാണ് നമ്മുടെ. അല്ല, പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാ വിനോദേട്ടൻ പറയും. ഒന്ന് കട്ട് ചെയ്യൂ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം, ഞാൻ പറയാന്ന്. എനിക്ക് ഈ സാധനം ഞാൻ തരും നീ പറഞ്ഞ സമയത്ത്. അത് വരെ നീ പറഞ്ഞാൽ മതി. നീ അവനെ കണ്ടുപിടി, മനസ്സിലായ? നമുക്കൊരു റിയലിസ്റ്റിക് അത് പിടിക്കാം, റിയലിസ്റ്റിക് പിടിക്കാം. ഞാൻ പറയുന്ന സമയത്ത് പറയണ്ട. ആ വില കളയിൽ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇനി ഞാൻ മിണ്ടുന്നില്ല. അത് നല്ലത്. ഓണായിക്കോ. അപ്പൊ ഗൈസ്, നിങ്ങൾ ഒന്ന് പേര് പറഞ്ഞ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് വിനോദ് എന്നാണ്. വിനോദ്. ഞാനാണ് പിന്നെ ഇതിന്റെ ഓൾ ഇൻ ഓൾ. പിന്നെ ഇത് ജിത്തപ്പൻ. ഇവൻ ചെയ്യണത് നീ എന്ത് ഞാൻ മറ്റേ പൊറോട്ട കൺട്രോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളിയാണ്. പിന്നെ ഇത് നമ്മുടെ ടോം ഇത് ടോണി, നമ്മുടെ ക്യാമറാമാൻ ആണ്. ക്യാമറ പുള്ളിയാണ് ചെയ്യുന്നത്. ഇവനാണ് ക്യാമറ. ആ ഇവൻ ക്യാമറ. എങ്ങനെയാണ് ഈ ക്യാമറ ഫീൽഡിലേക്ക് വന്നത്? ഇവിടുന്ന് ഇതിലോട്ട് എങ്ങനെയാണ് ഒരു എൻട്രി? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അത് ഞാൻ പറയാം. അത് ശരണേച്ചിയുടെ വീട്ടില് കുളിസിയും കണ്ടതിന് ഇവൻ വീഡിയോ എടുക്കും. നീ പറയും. ഞാൻ പൂനെ പോയിട്ടാണ് പഠിച്ചത്. ഇത് ഏകദേശം ഒരു 5 വർഷത്തോളം പഠിച്ചായിരുന്നു. പഠിച്ചു വന്നു. സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് മുന്നേ? തിയേറ്ററിൽ പോയിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ചേട്ടൻ വിളിക്കായിരുന്നു അല്ലെ, ഫൗണ്ടർ? ഞാൻ ചേട്ടൻ വിളിക്കായിരുന്നു. അങ്ങനെ ടീം രൂപീകരിച്ചു. ഏതൊക്കെ ക്യാമറയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണത് ഒന്ന് വിശദീകരിക്കാം. ക്യാമറ ഇപ്പൊ ഉപയോഗിക്കുന്നത് വിനോദേട്ടനാണ് വാങ്ങിച്ചത്. നമ്മള് കനോൺ, സോണി, പിന്നെ റെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. അത് പിന്നെ ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇനിയിപ്പോ പുതിയതൊന്നൊരു ഓറഞ്ച് വരുത്തിച്ചിട്ടുണ്ട്. അത് വരും അടുത്ത ആഴ്ച. അത് അല്ലല്ല, തമാശ ഞാൻ പറഞ്ഞല്ലോ. കോണ്ടന്റ് റൈറ്ററും പുള്ളിയും കൂടിയാണ്. അതില് അതിന്റെ ഒരു തമാശയാണ്. പിന്നെ അടുത്ത ചോദ്യം, നിങ്ങള് ഏതു തരം കണ്ടന്റ് ആണ് നിങ്ങൾ ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത്? എങ്ങനെയാണ് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കും. നമ്മള് കോമഡി കണ്ടന്റുകളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം വലിയ വലിയ പ്രൊജക്ടുകൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ഈ ടീം വെച്ച് പിന്നെ സിനിമ ചെയ്യണം നമുക്ക്. സിനിമയിലേക്കാണോ ഉദ്ദേശം? അതെ 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 അതെ. സിനിമ എല്ലാവരും ആക്ടിങ് രംഗത്തേക്ക് വന്ന? അതെ അതെ, എല്ലാരും. അതെ ഞാൻ ആക്ടിങ് കൂടി ഉണ്ട്. എല്ലാരും ടീമാണല്ലോ. പിന്നെ വിനോദേട്ടനും ആക്ടിങ് ഉണ്ട്. എല്ലാരും ആക്ടിങ് ഉണ്ട്. ഞാൻ അഭിനയത്തിൽ ഏതെങ്കിലും സംവിധായകരുണ്ടോ? ഉണ്ട് സംവിധായകരുണ്ട്. പിന്നെ നമ്മുടെ ടീമിൽ ഒരാളും കൂടി ഉണ്ട്. ആ ആളും കൂടി പരിചയപ്പെടുത്താം. ആടാ ഇനി നീ പോയി ക്യാമറ പിടിക്ക്. അത് ഇവൻ തന്നെ, ഇവൻ വരണ്ടേ? ഇതൊക്കെ എഡിറ്റ് ചെയ്തോളണം. കട്ട് ചെയ്യും. നീ പോയി ക്യാമറ പിടിച്ചാൽ മതി. ചെല്ല്. ഓണല്ലേ. അപ്പോ ഇതാണല്ലേ നിങ്ങളുടെ ടീമിലെ അടുത്ത? അതെ അതെ അതെ. നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അമർ. അദ്ദേഹമാണ് നമ്മളെ കോണ്ടന്റ് റൈറ്റിംഗ് പുള്ളിയാണ് ചെയ്യുന്നത്. നേരത്തെ പോയ പുള്ളിയല്ലേ കോണ്ടന്റ് റൈറ്റിംഗ്? അദ്ദേഹവും കോണ്ടന്റ് റൈറ്റിംഗ് തന്നെയാണ്. ഇദ്ദേഹവും കോണ്ടന്റ് റൈറ്റിംഗ് തന്നെയാണ്. ഫുൾ പാക്ക്ഡ് ഐറ്റമാണ്. അതെ അതെ. എല്ലാം ചെയ്യുന്ന ഒരു പുള്ളി. ആക്ടിങ്ങും ഉണ്ട്, പിന്നെ ഡിറക്ഷനും ഉണ്ട്. പുള്ളി ഒരു മൾട്ടി ടാലന്റഡ് ആണ്. എന്താണ്, അതായത് നിങ്ങളുടെ ഇത് കോമഡി മാത്രമാണോ അല്ലെങ്കിൽ സീരിയസ് കണ്ടന്റ് അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാനുകൾ? എങ്ങനെയാണ് അത് പ്ലാനുകൾ? ഒന്ന് ഓഫ് ചെയ്യോ. നിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം പറയാൻ സമയം തരുന്നില്ല. പഠിച്ചിട്ടുണ്ടായോ? ചോദ്യങ്ങൾ നീ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ ഇന്നലെ രാത്രി കുത്തിരുന്ന് പഠിക്കുമ്പോ മൊബൈൽ അടിച്ചോണ്ടിരിക്കുക. സൈൻ ഓഫ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർത്താം. അത് നല്ലത്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലാണ് നിങ്ങളുടെ വീഡിയോസ് റിലീസ് ചെയ്യാൻ വിചാരിക്കുന്നത്? വാട്സപ്പ്, പിന്നെ വാട്സപ്പിലില്ല. നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തീരുണ്ടല്ലോ. സജീവമായിരിക്കും ഞങ്ങളുടെ വീഡിയോ. സജീവമായിരിക്കും. കാരണം നമ്മള് പെട്ടെന്ന് ഇടാനാണ് നോക്കുന്നത്. അതെ. നമ്മള് ചെറിയ കണ്ടന്റുകളാണ്. നമ്മളൊരു 3 മിനിറ്റ് 4 മിനിറ്റിന്റെ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകരുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ അങ്ങനെ പഴക്കില്ല. അപ്പൊ ഇത്രയും വലിയൊരു ചാനൽ നമ്മളെടുത്ത് വന്നതിന്
വളരെയധികം താങ്ക്സ്. ദേ വരുന്നു ജിത്തപ്പൻ ആ ആ ആ ആ ഞാനല്ല മണ്ട. അത് മനസ്സിലായി. നീ കട്ട് ചെയ്യാ, എന്നിട്ട് നമുക്ക് നാലാൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ടെടുക്കാം. ആ ശരി ശരി. അപ്പൊ അങ്ങനെ നമ്മളെ ജിത്തപ്പൻ വന്നിരിക്കുകയാണ് അല്ലെ. അതെ അതെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടീം. ഈ നൈറ്റിന്റെ അതൊന്നും ഇപ്പൊ പറയണ്ട. അപ്പോ ഞങ്ങളുടെ ചെറിയ ഒരു പരിപാടിയെ വലിയ വിജയമാക്കി തരുന്ന ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. മതി നിർത്തിക്കോ. അത് പോയി കട്ട് ചെയ്ത് എടാ എഡിറ്റിംഗ് അറിയില്ലേ? അടുത്തോണ്ടോ ആരെങ്കിലും എടുത്തോണ്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാം. ഇതെന്താണിത് വിനോദേട്ടാ? ഇതെന്താ കമന്റ് ഒക്കെ വരുന്നത്? എടാ പൊട്ടന്മാരെ, ഇത് വീഡിയോ റെക്കോർഡിംഗ് അല്ല, ഫേസ്ബുക്ക് ലൈവ് ആണെന്ന്. ആ വിനോദേട്ടാ, ഇത് ലൈവാ.